ശ്രീനേട്ടനെയൊക്കെ നോക്കി കാണുന്നത് ഒരു നടൻ എന്ന രീതിയിൽ മാത്രമല്ല, ഡെഫിനറ്റ്ലി അല്ല. ഒരു സിനിമയിൽ ഒത്തിരി നന്നായിട്ട് അറിയുന്ന, സിനിമയെ നന്നായി അറിയുന്ന, നല്ല സിനിമകൾ നമുക്ക് തന്ന്, നമ്മളെ ചിരിപ്പിച്ചുകൊണ്ട് ചിന്തിപ്പിക്കുന്ന സിനിമകൾ നമുക്ക് തന്ന ഒരു വലിയൊരു കലാകാരനായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് പുതിയ തലമുറയുടെ അടുത്തും സിനിമയെ സ്നേഹിക്കുന്ന എല്ലാ തലമുറയുടെ അടുത്തും എനിക്ക് അപേക്ഷിക്കാനുള്ളത് ഏറ്റവും പ്രധാനം നമ്മൾ കഴിക്കുന്ന ആഹാരമാണ്. അപ്പോൾ അതിൽ ഈ സിനിമ നല്ലതായാലേ നിങ്ങൾ കാണും, മോശം സിനിമ നിങ്ങൾ കാണണം എന്ന് എനിക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല. അത് നമുക്ക് വിടാം. നല്ല ആഹാരം കഴിക്കാൻ, ഇപ്പം പ്രത്യേകിച്ച് സ്ത്രീകൾ ഗർഭിണികളായിരിക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ മോശം ഭക്ഷണം കഴിച്ചാൽ അത് കുഞ്ഞുങ്ങളെ ബാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളായിട്ട് ഇങ്ങനെ ദ്രോഹിക്കരുത്. അപ്പോൾ ആഹാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വാരി വലിച്ച് ഒരുപാട് തിന്നാനല്ല ഞാൻ പറയുന്നത്. കഴിക്കുന്ന ആഹാരം നല്ലതായിരിക്കണം എന്ന് ശ്രദ്ധിക്കുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ വരും തലമുറയോട് ചെയ്യേണ്ട ഒരു കടമയാണ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതെന്തായാലും നല്ലൊരു മെസ്സേജ് ആയിരുന്നു കേട്ടോ. ഞാനിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കാൻ, ഇപ്പം നല്ല സിനിമകൾ കാണണം, നിങ്ങൾ ചുമ്മാ എല്ലാ സിനിമകളും പോയി കാണരുത്, നല്ല നോക്കി കാണണം ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ ആഹാരം, പക്ഷേ ഇറ്റ് ഇസ് സോ കറക്റ്റ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നമ്മൾ എത്ര മോശം കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളിലേക്ക് ഓരോ ദിവസവും കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ചെറിയ ഐഡിയ എനിക്ക് തന്നെ ഇപ്പോൾ കിട്ടി ശ്രീനേട്ടൻ പറയുന്നതിലൂടെ. എല്ലാവരും അതിലൂടെ ഇതെന്ന് പറയുന്നത്, ഇപ്പോൾ നല്ല സിനിമ ഉണ്ടാക്കണമെങ്കിൽ നല്ല ബ്രെയിൻ വേണ്ടേ, നല്ല തോട്ട്സ് വേണ്ടേ. ഇപ്പോൾ ബ്രെയിനിന് ഡയറക്റ്റായിട്ട് പ്രയോജനം ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ, ബട്ടർ ഫ്രൂട്ട് എന്ന് പറയില്ലേ. വലിയ രുചിയുള്ള സാധനമൊന്നുമല്ല, പക്ഷേ ആഹാരം തന്നെയാണ് മനുഷ്യന് എല്ലാ തരത്തിലുള്ള കഴിവുണ്ടാക്കുന്നത്. നല്ല സിനിമ എടുക്കാനും നല്ല ആരോഗ്യം വേണം, നല്ല ബ്രെയിനും വേണം. അതിനെ പരിപോഷിപ്പിക്കാനുള്ള ആഹാരം കഴിക്കണം തന്നെയാണ് വീണ്ടും വീണ്ടും ഞാൻ പറയാം.